ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാദൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ലാലേട്ടൻ സ്പെഷ്യലായ ഒരു അടിപൊളി ടേസ്റ്റിയുള്ള ഡെസേർട്ടാണ്. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നതെന്ന്. അതിന് വേണ്ടിയിട്ട് ഒരു ചൂടായ പാനിലൂടെ ഒരു 2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുത്താലും മതി. അതല്ല ഇനി ബട്ടറും ഇല്ല നെയ്യും ഇല്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി. കുഴപ്പമൊന്നുമില്ല കേട്ടോ, ടേസ്റ്റിൽ അത്ര വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നെയ്യ് നല്ലതുപോലെ തന്നെ മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ ഇതിനകത്തൊരു നേന്ത്രപ്പഴം അഥവാ ഏത്തപ്പഴമാണ് ഇതുപോലെ കട്ട് ചെയ്തതാണ്. അതും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ ഇത് മെൽറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ റോസ്റ്റ് ചെയ്തെടുക്കണം. പഴം റോസ്റ്റായി വന്നാൽ അതിനകത്തോട്ട് കുറച്ച് ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കണം. ഏലക്കയുടെ സീഡാണ്, അതായത് ഏലക്കയുടെ പൊടി ഉണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താലും എനിക്ക് ഒരുപാട് ഫ്ലേവർ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഒരുപാട് ചേർക്കാഞ്ഞത്. അതിനുശേഷം 1 കപ്പ് തേങ്ങ ചിരകിയത് കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കണം. തേങ്ങ കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു ഡെസേർട്ടിന്. ഇനി മധുരത്തിന് ആവശ്യമായ ശർക്കര കൂടി ചേർത്ത് കൊടുക്കുക. 1 കപ്പ് ശർക്കരയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്, അതായത് 1 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. മധുരത്തിന് എത്ര ശർക്കര വേണോ അതിനനുസരിച്ച് നിങ്ങൾ എടുത്താലും മതി. ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ തന്നെ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുക. ആ ശർക്കര എല്ലാം മെൽറ്റ് ആകണം. എന്നിട്ട് ആ ഒരു പഴത്തിൽ ആ തേങ്ങയിലൊക്കെ പിടിച്ചിട്ട് നല്ല സെറ്റായി കിട്ടണം. അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. അങ്ങനെ നല്ലതുപോലെ തന്നെ ശർക്കരയൊക്കെ മെൽറ്റായിട്ട് ആ ഒരു പഴത്തിലും തേങ്ങയിലൊക്കെ പിടിച്ച് നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ബൗളിനകത്തോട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഈ ഒരു ബൗളിനകത്തോട്ട് നമ്മുടെ പഴത്തിൻ്റെ കൂട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ ഐസ്ക്രീമും കൂടെ ചേർത്ത് കൊടുത്താൽ പിന്നെ പറയേണ്ടതുണ്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് മധുരത്തിന് ആവശ്യമായിട്ട് കുറച്ച് ഐസ്ക്രീമും കൂടെ ചേർത്ത് കൊടുത്താൽ ഇരട്ടി മധുരമാവും അല്ലേ. നല്ല ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വാനില ഐസ്ക്രീം തന്നെ യൂസ് ചെയ്യണേ, അഥവാ ബട്ടർ സ്കോച്ച് ആയാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഡിഷ് ഇത്രയേ ഉള്ളൂ. ഡെസേർട്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പൊളി ടേസ്റ്റിയാണ്, കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.